ഓണഘോഷം കൊണ്ട് മുഖരിതമാക്കുന്ന മണ്ഡലകാലം ആരംഭിക്കുകയാണ്. വൃശ്ചികം 1 തുടങ്ങി 41 ദിവസമാണ് മണ്ഡലകാലം. ഭക്തിനിർഭരമായ ശബരിമല തീർത്ഥാടന നാളുകൾ. ഭഗവാനും ഭക്തനും ഒന്നാണെന്ന തത്വമസിയുടെ പൊരുൾ തേടിയുള്ള മഹാതീർത്ഥാടനം. ശിരസിൽ ഇരുമുടിക്കെട്ടും ഉള്ളിൽ ശരണമന്ത്രവുമായി കാനനവാസനായ അയ്യപ്പ ദർശനത്തിനായി വ്രതം അനുഷ്ഠിക്കുമ്പോൾ മനസ്സും ശരീരവും ഒരുപോലെ പരിശുദ്ധമായിരിക്കണം. മറ്റുള്ള വ്രതാനുഷ്ഠാനങ്ങളിൽ നിന്ന് തികച്ചും വിഭിന്നമാണ് 41 ദിവസം നീണ്ടു നിൽക്കുന്ന മണ്ഡലകാല വ്രതം അഥവാ വൃശ്ചിക വ്രതം. ശാസ്താപ്രീതികരമായ പ്രധാന വ്രതമാണിത്. ശനിദോഷശാന്തി, കലിയുഗ ദുരിതമോചനം എന്നിവയ്ക്ക് ഏറ്റവും ഉത്തമ മാർഗമാണ് വൃശ്ചിക വ്രതമനുഷ്ഠിച്ച് മല ചവിട്ടുന്നത്. വ്രതദിനങ്ങളിൽ സൂര്യോദയത്തിനു മുന്നേ കുളിച്ച് ശരണം വിളിച്ച ശേഷം വേണം ആഹാരം കഴിക്കാൻ. സാധ്യമെങ്കിൽ നിത്യവും അടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്താം. ശാസ്താക്ഷേത്രമാണെങ്കിൽ ശ്രേഷ്ഠമാണ്. മണ്ഡലകാലത്തുടനീളമുള്ള ക്ഷേത്രങ്ങളിലെ ഭജനകളിൽ പങ്കുചേരാവുന്നതാണ്. വ്രതകാലയളവിൽ മത്സ്യമാംസാദികൾ, ലഹരികൾ, ക്ഷൗരം, ഹിംസ, കോപം, വഞ്ചന, ശാപവാക്കുകൾ, പരദൂഷണം, പഴിചാരൽ, നുണ എന്നിവ ഉപേക്ഷിക്കണം. ശരീരശുദ്ധി പാലിക്കണം. ആഹാരകാര്യത്തിൽ നിയന്ത്രണം വേണം. പഴകിയ ഭക്ഷണങ്ങൾ പാടില്ല. വ്രതസമയത്ത് നീലയോ കറുപ്പോ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് ഉത്തമം. നിത്യവും കുറഞ്ഞത് 10 തവണയെങ്കിലും ശാസ്താപ്രീതികരമായ മന്ത്രങ്ങൾ ജപിക്കണം. ശാസ്താ പഞ്ചരത്ന സ്തോത്രം വ്രതകാലത്ത് ജപിക്കുന്നത് ഉത്തമം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശസ്തേ തുഭ്യം നമോ നമഃ. കെട്ടുനിറ അഥവാ കെട്ടുമുറുക്ക് എന്ന ചടങ്ങോടെയാണ് കാനനവാസനെ ദർശിക്കാൻ പുറപ്പെടുക. വീട്ടിൽ വെച്ചോ ക്ഷേത്രത്തിൽ വെച്ചോ കെട്ടുമുറുക്ക് നടത്താം. ഗുരുസ്വാമിയുടെ നേതൃത്വത്തിൽ വേണം കെട്ടുനിറയ്ക്കൽ ചടങ്ങുകൾ നടത്താൻ. ഇരുമുടിക്കെട്ടു താങ്ങിയ ശേഷം ഗണപതി ഭഗവാന് തേങ്ങയുടച്ച ശേഷം വേണം യാത്ര തിരിക്കാൻ. വീട്ടിൽ കെട്ട് നിറയ്ക്കുമ്പോൾ ഉമ്മറത്ത് കുരുത്തോല, ആലില, മാവില, പൂക്കൾ എന്നിവ കൊണ്ട് അലങ്കരിച്ച പന്തൽ ക്രമീകരിക്കണം. പീഠത്തിൽ അലക്കിയ മുണ്ടുവിരിച്ച് കിഴക്കോട്ട് ദർശനമായി അയ്യപ്പന്റെ ചിത്രം വെക്കണം. അതിനു മുന്നിലായി നിലവിളക്കു കൊളുത്തി ഗണപതിയൊരുക്കു വെക്കണം. പുതിയ പായയോ വിരിയോ വിരിച്ച് വേണം കെട്ടുനിറയ്ക്കുള്ള സാധനങ്ങൾ വെക്കാൻ. കെട്ടുമുറുക്കിക്കഴിഞ്ഞാൽ വീട്ടിലുള്ള മാതാപിതാക്കൾക്കും മുതിർന്നവർക്കും ദക്ഷിണ നൽകണം. അതിനുശേഷം വേണം ഗുരുസ്വാമിക്ക് ദക്ഷിണ നൽകാൻ. കെട്ടുനിറച്ച് ഇറങ്ങുമ്പോൾ കഴുകി വൃത്തിയാക്കിയ കല്ല് മുറ്റത്ത് വെച്ച് അതിൽ കർപ്പൂരമോ തിരിയോ തെളിച്ച ശേഷം ഗണപതി ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് 3 തവണ വലം വെച്ച് തേങ്ങയുടച്ച് വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കാതെ നടന്നു നീങ്ങണം. അയ്യപ്പൻ വിളക്ക്. ശബരിമല അയ്യപ്പനുമായി ബന്ധപ്പെട്ട ഒരു ആചാരകലയാണ് അയ്യപ്പൻ വിളക്ക്. അയ്യപ്പനും മണികണ്ഠനുമാണ് ഇതിലെ ആരാധനാമൂർത്തികൾ. ഭഗവതി, കരുമല, വാവർ എന്നിവരും ആരാധിക്കപ്പെടുന്നു. അയ്യപ്പന്റെ ജനനവും പന്തളം കൊട്ടാരത്തിലെ ബാല്യവും കൗമാരവും, പുലിപ്പാൽ തേടിയുള്ള യാത്രയും, വാവരുമായുള്ള ചങ്ങാത്തവും, മഹിഷിയുമായുള്ള യുദ്ധവും, ശബരിമലയിലേക്കുള്ള യാത്രയും എല്ലാം പാട്ടിൻ്റെ ഈരടികളോടെ ഇതിൽ അവതരിപ്പിക്കുന്നു. അയ്യപ്പൻ വിളക്കിന് പാട്ടിനാണ് പ്രാധാന്യമെങ്കിലും അതിൽ തന്നെ കാണിപ്പാട്ട്, കാൽവിളക്ക്, അരവിളക്ക്, മുഴുവൻ വിളക്ക് എന്നിങ്ങനെയുള്ള വിഭാഗങ്ങളുണ്ട്. കാണിപ്പാട്ടിൽ അയ്യപ്പന്റെ കോമരം വെളിച്ചപ്പാട് തുള്ളി വന്ന് കൽപ്പനകൾ നൽകുന്നു. ഈ ചടങ്ങിൽ അയ്യപ്പന് മാത്രമാണ് ചെറിയൊരു ക്ഷേത്രം പണിയുന്നത്. കാൽവിളക്കിൽ അയ്യപ്പനും ഭഗവതിക്കും ക്ഷേത്രമുണ്ട്. അരവിളക്കിൽ അയ്യപ്പനും ഭഗവതിക്കും ക്ഷേത്രങ്ങളും വാവർക്ക് പള്ളിയും പണിയുന്നു. മറ്റുള്ളവർക്ക് സ്ഥാനം കണ്ട് പ്രതിഷ്ഠിക്കുന്നു. കാണിപ്പാട്ട്, കാൽവിളക്ക്, അരവിളക്ക് തുടങ്ങിയവ വീടുകളിൽ നടത്താവുന്നതാണ്. എന്നാൽ മുഴുവൻ വിളക്ക് എന്നത് ദേശവിളക്കായാണ് നടത്താറ്. ദേശവിളക്കിന് അയ്യപ്പൻ, ഭഗവതി, ഭൂതഗണങ്ങളായ കൊച്ചുകടുത്ത, കരിമല എന്നിവർക്ക് ക്ഷേത്രങ്ങളും വാവർക്ക് പള്ളിയും പണിയുന്നു. കൂടാതെ അയ്യപ്പന്റെ ക്ഷേത്രത്തിനു മുമ്പിൽ
മണിമണ്ഡപവും ഗോപുരവും തീർക്കുന്നു. നാഗരാജാവിനും ഗണപതിക്കും സരസ്വതിക്കും പീഠാചാരമാണ്. വൈകുന്നേരം തുടങ്ങുന്ന അയ്യപ്പൻ വിളക്ക് പിറ്റേന്ന് പുലർച്ചെയോടെയാണ് അവസാനിക്കുന്നത്. അയ്യപ്പൻ വിളക്ക് എന്നാണ് പേരെങ്കിലും പാലക്കൊമ്പ് എഴുന്നള്ളിക്കുന്നതും പുലർച്ചയ്ക്കുള്ള പൂജയും ഭഗവതിക്കാണ്. വാഴപ്പോള, മുളയാണി, ഈർക്കലി, ആണി, കുരുത്തോല, തോരണങ്ങൾ എന്നിവ ഉപയോഗിച്ച് കലാകാരന്മാരുടെ വൈദഗ്ധ്യവും ഉപയോഗിച്ചാണ് അയ്യപ്പൻ വിളക്കിന് ക്ഷേത്രങ്ങൾ പണിയുന്നത്. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂർ തന്നെയാണ് അയ്യപ്പൻ വിളക്കിൻ്റെ ഈറ്റില്ലം എന്ന് പറയാവുന്നത്. കൂടാതെ മലപ്പുറം, പാലക്കാട്, എറണാകുളം ജില്ലകളിലെ ചില പ്രദേശങ്ങളിലും അയ്യപ്പൻ വിളക്ക് കണ്ടുവരുന്നുണ്ടെങ്കിലും തനതായ പൂജയും പാട്ടുകളുമായി അയ്യപ്പൻ വിളക്ക് കണ്ടുവരുന്നത് തൃശ്ശൂർ ജില്ലയിലെ പ്രദേശങ്ങളിലാണ്. ഏകദേശം 20 പേരെങ്കിലും അയ്യപ്പൻ വിളക്കിന് ക്ഷേത്രം പണിയുന്നതിനും പാടുന്നതിനും അയ്യപ്പൻ്റെയും മറ്റും വേഷങ്ങൾ കെട്ടി ആടുന്നതിനും ഒരു സംഘത്തിൽ വേണം. ഗണപതി, ഗുരു, പന്തൽ, സരസ്വതി തുടങ്ങിയവർക്ക് സ്തുതി പാടി അസുരനായ ശൂർപ്പകൻ്റെ ചരിത്രം പാടിയാണ് അയ്യപ്പൻ വിളക്കിലെ പാട്ട് ആരംഭിക്കുന്നത്. പാലക്കൊമ്പ് എഴുന്നള്ളിക്കൽ, പാട്ട്, അയ്യപ്പനും വാവരുമായുള്ള വെട്ടുതടവ്, വേട്ടവിളി, കണലാട്ടം എന്നീ ചടങ്ങുകൾക്കു ശേഷം ഗുരുതിയോടെ ചടങ്ങുകൾ അവസാനിക്കുന്നു. ശാസ്താംപാട്ട്. ശബരിമല തീർത്ഥാടനത്തോടനുബന്ധിച്ച് മണ്ഡലകാലത്ത് വൃശ്ചികം 1 മുതൽ ധനു 11 വരെ കെട്ടുനിറയോടൊപ്പം കേരളത്തിൽ അയ്യപ്പ ഭക്തന്മാർ നടത്തുന്ന ഒരു അനുഷ്ഠാന കലയാണ് ശാസ്താംപാട്ട്. ശബരിമലയ്ക്ക് പോകുന്ന കന്നി അയ്യപ്പൻ്റെ കെട്ടുനിറ അയ്യപ്പൻ പാട്ടിൻ്റെ അകമ്പടിയോടെ വേണം എന്നാണ് വെപ്പ്. ഒരു ദിവസം വൈകിട്ട് മുതൽ അടുത്ത ദിവസം രാവിലെ വരെയോ അല്ലെങ്കിൽ രാവിലെ തുടങ്ങി സന്ധ്യ വരെയോ അയ്യപ്പൻ പാട്ട് ആവാം. പാട്ടിന് ആരെയും ക്ഷണിക്കാറില്ല, അറിയിക്കുക മാത്രം ചെയ്യും. പൂജാവേദി കുരുത്തോല, വാഴപ്പിണ്ടി മുതലായവ കൊണ്ട് അലങ്കരിച്ചിരിക്കും. അനുഷ്ഠാനപരമായ ഈ കല തണ്ടാൻ സമുദായക്കാർ കൈകാര്യം ചെയ്യുന്നു. അയ്യപ്പൻ പാട്ട്, ഉടുക്കുകൊട്ടിപ്പാട്ട് എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. ശാസ്താവിൻ്റെ ജനനത്തിന് മുമ്പുള്ള പന്തളത്ത് രാജാവിൻ്റെയും കുടുംബത്തിൻ്റെയും കഥ, അയ്യപ്പൻ്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കഥ, വാവരുടെ ജനനം, ദേവാസുര യുദ്ധം, പാലാഴി മഥനം എന്നീ കഥകളും കൂടാതെ സുബ്രഹ്മണ്യസ്തുതി, സരസ്വതി വന്ദനം, പുലിസേവം എന്നിങ്ങനെ അയ്യപ്പസ്വാമി ആയി ബന്ധമുള്ള മറ്റു കഥകളും ഉൾപ്പെടുത്തിയിട്ട് ഉള്ളതാണ് ശാസ്താംപാട്ട്. വാവർ കടുത്ത കായികാഭ്യാസിയും കരുത്തനും പ്രസിദ്ധനുമായിരുന്നു എന്നും ഇതിൽ പരാമർശമുണ്ട്.